അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ കോക്കോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി. നമ്മുടെ കോക്കോസ് ആയിരുന്നു ഇതുവരെ നമ്മുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ 1 year ആഘോഷിക്കുന്നതിന് ഒത്തിരി കോക്കോസ് ഇല്ല, പകരം ഇന്നൊരു വേറെ ബിഗ് ഡേ ആണ് അല്ലേ? ബിഗ് ഡേ ആണ്. ഇപ്പം പറയണ്ട കേട്ടോ, സർപ്രൈസാണ് ഇവർക്ക്. അപ്പോൾ ഇന്ന് ബിഗ് ഡേ ആണ്. ഇതെൻ്റെ രാജകുമാരനാണ്, ഇതെൻ്റെ രാജകുമാരിയും. ഈ രാജാവിനെ ഇനി വിളിക്കാം. വാക്കാ ഇതെൻ്റെ എല്ലാരോടും ഒരു സലാം പറയും. എവിടെ പോവാ? സർപ്രൈസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്ന് ബിഗ് ഡ്രീം ആണ് കേട്ടോ. ഞങ്ങളിനി അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുൾ ബ്ലാക്ക് തീമാണ് കേട്ടോ. ഇന്ന് ഫുൾ ബ്ലാക്ക് തീമിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇന്ന് 25-ാം തീയതിയാണ്. ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് 1-2 ദിവസത്തിന് ശേഷമായിരിക്കും. അപ്പം ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് 1 വർഷം തികയ്ക്കാൻ പറ്റിയത് യൂട്യൂബിൽ നിന്ന്. അപ്പം 27,000 സംതിങ് സബ്സ്ക്രൈബറായി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നമുണ്ട്. അതിൽ നമുക്ക് ഇപ്പോഴാണ് പഠിച്ചത് ഈ സ്വപ്നം നേടാൻ അവസരം തന്നു. അപ്പോൾ നമ്മളത് മാക്സിമം അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ചെറിയ ചെറിയ ക്ലിപ്പുകളെല്ലാം. അപ്പോൾ ഇപ്പോൾ പോയിട്ട് വരാം. ഓക്കെ ബൈ. ആമി ഓക്കെ, സൂപ്പർ അല്ലേ ആമി? ഡ്രസ്സൊക്കെ നോക്കി ഓക്കെ അല്ലേ ആമി? പൈസ ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ബാക്കി കാണാവേ. ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വരെയുള്ള വീഡിയോസ് കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ പോകുന്നതേ ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് കേട്ടോ. ഇക്കയുടെ ഫ്രണ്ട് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്കയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അതിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഇക്കയും മക്കളും ഇക്കയുടെ വാപ്പയും അതുപോലെ തന്നെ ഇക്കയുടെ ഫ്രണ്ടുമാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരുമാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തിനാണ് പോകുന്നതെന്നുള്ളത്. തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഉപ്പാപ്പി വീട്ടിലൊന്ന് കയറണമായിരുന്നു കേട്ടോ. ഉപ്പാപ്പിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ ഉപ്പാപ്പിയെ അവിടെ ഇറക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന കുറച്ച് ദൂരെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തെ ഷോറൂമിൽ നിന്നല്ലായിരുന്നു ഡെലിവറി, നമുക്ക് ഭരണിക്കാവ് ഷോറൂമിൽ നിന്നായിരുന്നു കേട്ടോ ഡെലിവറി വന്നത്. ഇക്കയുടെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിന്നാണ് നമ്മളതുകൊണ്ട് അവിടെ നിന്നാണ് എടുത്തത് വണ്ടി കേട്ടോ. ഡെലിവറി ചെയ്തത് അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഇക്കയും. വർഷങ്ങളോളം കൊണ്ട് സ്വപ്നം കണ്ടൊരു കാര്യമാണ്. അതിലുപരി മാസങ്ങളോളം നമ്മളത് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ നാട്ടിൽ വന്നിട്ടും വെയിലും മഴയൊക്കെ ആയിട്ട് പിള്ളേരെയും കൊണ്ട് നമുക്ക് ബൈക്കിൽ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോറൂമിലെത്തി ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ വണ്ടി കാണാനും എടുക്കാനും വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം നല്ലതുപോലെ നടന്നിട്ടുണ്ട്. എല്ലാം റബ്ബിൻ്റെ ഒരു വിധിയല്ലേ, നമ്മൾ എപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇതിലും വലിയൊരു സ്വപ്നമുണ്ട്, പക്ഷെ അതും ഇതുപോലെ പതിയെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലൊക്കെ എത്തി. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു 6 മാസത്തിന് മുന്നേ ആയിട്ടോ. 6 മാസത്തോളമായി വണ്ടി ബുക്ക് ചെയ്തിട്ട്. അപ്പോൾ അതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനാണ് നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് തന്നത്. അപ്പം കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. വന്നിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വണ്ടിയുടെ കാര്യങ്ങളായാലും എല്ലായാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എന്താ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ ഇക്കയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് കേട്ടോ. ഏറ്റവും വലിയൊരു ഡ്രീമാണ് കാറെന്ന് പറയും. ഇക്കക്ക് അല്ലെങ്കിൽ ഇച്ചിരി വണ്ടിഭ്രാന്ത് കൂടുതലാണ്. മുമ്പ് വണ്ടിയും കാറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇക്കക്ക് ഒന്ന് പുതിയത് ഒരെണ്ണം എടുക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആണല്ലോ. അന്നേരം അതിലോട്ട് നമ്മൾ വരിക
അടുത്തു, നമ്മുടെ കയ്യിലായി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ആ സൈൻ ചെയ്യാൻ നേരത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ആ ഡെലിവറി ടൈമിലുണ്ടായിരുന്നത്. അത്രയ്ക്കും നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. ഇത് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. എൻ്റെ വീട്ടിൽ പോകണം, ഇക്കാടെ വീട്ടിൽ പോകണം, ഇത്താമാരുടെ അടുത്തൊക്കെ പോകണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണേ. അപ്പോൾ ഇറങ്ങി നേരെ നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലത്തോട്ട് പോകുന്ന മെയിൻ കാര്യം ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കണമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പക്ഷേ നമുക്കങ്ങോട്ടൊന്നും ഒരിടത്തേ കയറിയിട്ടുള്ളൂ, അങ്ങോട്ടൊന്നും വലുതായിട്ടൊന്നും സെറ്റായിട്ടില്ലായിരുന്നു. അതിനെ കല്യാൺ സിൽക്സിലാണ് കേട്ടോ നമ്മൾ വന്ന് എല്ലാവർക്കും എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷേ എന്തോ അങ്ങോട്ടൊന്നും എടുക്കാനൊന്നും തോന്നിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം പിള്ളേരവിടെ ഫോണൊക്കെ ആയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്തെ കല്യാൺ സിൽക്സിൽ വന്നതാണ് കേട്ടോ. പിന്നെ വന്നതിന് ശേഷം ഇതുവരെയൊന്നും ജസ്റ്റ് ഒന്ന് പോയിട്ടില്ല, എന്തെങ്കിലും കളക്ഷൻസൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ചുരിദാർ പീസൊക്കെ നോക്കി, ടോപ്പൊക്കെ നോക്കി. പിന്നെ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഈ പിള്ളേർ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഷോപ്പിൻ്റെ. ഇത്രയും ദിവസം ഞാനും ഇക്കായും കൂടെ സ്കൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവരെ അങ്ങനെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ കാറ് വന്നപ്പോൾ അവർക്കും കൂടെ വരണം, എല്ലാം കാണണം, എടുക്കണം. അങ്ങനെ പിന്നെ അവരെയും കൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ വണ്ടിയും കൂടെ അങ്ങ് എടുത്തത്. അപ്പോൾ പിന്നെ എവിടെ പോകണമെങ്കിലും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും നാളും അവിടെ ഒറ്റയ്ക്ക് നിന്നില്ല, അവിടെ അവരെവിടെയും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ടാണ് ഇവരെ എല്ലായിടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ. അന്നേരം ഉമ്മയ്ക്ക് എല്ലാം അങ്ങനെ പറ്റില്ല, ഉമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പം നമ്മുടെ കൂടെ ഇവരുള്ളത് കൊണ്ട് ഇവർ കറങ്ങി നടന്ന് ഇവർ എൻജോയ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. അങ്ങനെ രണ്ടുപേരും കല്യാൺ സിൽക്സ് ഫുള്ള് വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്ന് വീഡിയോ നോക്കുമ്പോഴാണ് കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെയും കുറച്ച് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി നാളെ പോയി വേണം ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെടുക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നീട് വന്ന് എടുക്കാം, ഇപ്പം നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോയിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മാക്സിമം രണ്ടുപേർക്ക് എന്തൊക്കെ എടുത്ത് വീഡിയോ ആക്കി വെക്കാവോ, ഉമ്മയെ കാണിക്കണം ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് എന്നും പറഞ്ഞിട്ട് കേട്ടോ വീഡിയോ എടുത്ത് വെക്കുന്ന രണ്ടുപേരും. കല്യാൺ സിൽക്സിൽ നിന്ന് നേരെ പിന്നെ ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. കൊല്ലം വഴി വന്നതുകൊണ്ട് ഇച്ചിരി കറങ്ങി പോകണമായിരുന്നു. ഇതാണ് നമ്മുടെ കൊല്ലത്തെ റൗണ്ട് അബൌട്ട്. ഇങ്ങനെ അതും കൂടി കാണാത്തവർക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു ഇക്കാടെ വീട്ടിൽ വന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഇക്കാടെ വീട്ടിൽ വന്ന് ഉപ്പാപ്പിയും ഇക്കാടെ പെങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് വണ്ടി കാണിച്ചിരിക്കുമ്പോഴാണ് +2ൻ്റെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഇക്കാടെ പെങ്ങളുടെ മോള് +2ന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാറിൽ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തില്ല. അന്നേരം കരുതി കാറിൻ്റെ വകയായിട്ടും അവളുടെ റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ അവിടെ കേക്കിന് അടിപിടി കൂടുകയായിരുന്നു. കട്ട് ചെയ്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്.